കാരണം നമ്മുടെ നാട്ടിലെ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു ആവശ്യമാണ് നീന്തൽ പരിശീലിപ്പിക്കുക എന്നുള്ളത്. വളരെ ഇന്ന് ആരും ഇത്തരം റിസ്ക് എടുക്കുവാൻ തയ്യാറല്ല. ഈ നീന്തൽ പരിശീലനം എന്നുള്ളതിൽ വളരെ ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് ആരും തന്നെ അതിൽ മുന്നിട്ട് നിൽക്കാതിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത്. അതുകൊണ്ട് നമ്മുടെ ഗ്രാമപ്രദേശത്തിലെ കുട്ടികളുടെ മാനസികവുമായും ശാരീരികവുമായ വികാസത്തിന് വേണ്ടിയിട്ട്, കായികവുമായ വികാസത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ അത്ലറ്റ്സ്, ഹഡിൽസ്, അതുപോലെ ട്രിപ്പിൾ ജമ്പ്, ഹൈ ജമ്പ്, ഇതിലൊക്കെ നമ്മൾ വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്നുണ്ട്. ഏകദേശം 50-ലധികം വിദ്യാർത്ഥികൾ ഈ പരിശീലന കളരിയിൽ ഏർപ്പെടുന്നുണ്ട്. അതിൽ 20ഓളം വിദ്യാർത്ഥികൾ ഉപജില്ലയെ പ്രതിനിധീകരിച്ച് ജില്ലയിലും 6ഓളം വിദ്യാർത്ഥികൾ സംസ്ഥാന തല കായികമേളയിലും പങ്കെടുത്ത് അവർ നല്ല വിജയങ്ങൾ കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തന്റെ ജീവിതത്തിന്റെ വിലപ്പെട്ട സമയം നാടിന്റെ കായിക പുരോഗതിക്ക് വേണ്ടി മാറ്റിവെച്ച രാജന്റെ ശിഷ്യർ ഇദ്ദേഹത്തെ ജീവന തുല്യം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു എന്നതിന്റെ തെളിവാണ് ഇവരുടെ വാക്കുകൾ. നമ്മൾ ഈ കളിയിൽ രാജമാഷ് ഇപ്പോൾ നമ്മളെ വളരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വോളിബോൾ പരിശീലനം കിട്ടുക എന്നുള്ളത് വലിയ കാര്യമാണ്. അത് മാത്രമല്ല, എനിക്ക് സ്റ്റേറ്റ് പങ്കെടുക്കാൻ മാഷ് പരിശീലനം തരും ചെയ്തതിന് ഞങ്ങളെല്ലാവരും വളരെ ഹാപ്പിയാണ് ഇങ്ങനൊരു ക്യാമ്പ് കിട്ടിയത്. പഞ്ചായത്ത് അധികൃതരുടെയും സ്റ്റേഷൻ ബ്രദേഴ്സ് ക്ലബിന്റെയും പ്രോത്സാഹനം രാജന് ലഭിക്കുന്നുണ്ട്. രാജൻ കുഞ്ഞുമംഗലത്തെ പോലുള്ള കായിക പ്രേമികളെ ആത്മാർത്ഥമായി സഹായിക്കാൻ നമ്മുടെ ഭരണകൂടം ഇതേവരെ തയ്യാറായിട്ടില്ല. മെഡിക്കൽ റെപ്രസെന്റേറ്റീവായി 26 വർഷമായി ജോലി ചെയ്തു വരുന്ന രാജൻ ഭാര്യ KP ഗീത, മക്കൾ അർജുൻ രാജ്, അമൽരാജ് എന്നിവരോടൊപ്പം കുഞ്ഞുമംഗലത്താണ് താമസം. ക്യാമറമാൻ നിതിൻ പെരിങ്ങോത്തിനൊപ്പം നികേഷ് താവും, ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.